ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി മൈൽ സ്റ്റോൺസ് ഗിവൺ ബിലോ റെപ്രസെൻറ്റ് ദി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ്. ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ വളർച്ച ഘട്ടങ്ങളെ കാണിക്കുന്ന നായിക കല്ലുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അവയിൽ വിട്ടുപോയത് കണ്ടെത്തി പൂർത്തിയാക്കാനാണ്. ആദ്യത്തേത് കളക്റ്റിംഗ് ഫുഡ്, ഭക്ഷണം ശേഖരിക്കുക എന്ന് നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്തത് യൂസ് ഓഫ് ഫയർ, തീ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, അവർ ഈ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയല്ലേ. എങ്ങനെയാണ്? പോട്ടറീസ്, മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അതിൽ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. സോ നമുക്ക് മേക്കിംഗ് പോട്ടറി എന്ന് എഴുതാം. പിന്നെ അവർ ഭക്ഷണ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ഒരു ഭക്ഷണം അങ്ങോട്ട് കൊടുത്തിട്ട്, ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം അവർ തിരിച്ച് വാങ്ങാൻ തുടങ്ങി. സോ നമുക്ക് അടുത്ത പോയിന്റ് എന്ത് എഴുതാം? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്, മേക്ക് എ നോട്ട് ഓൺ ദി ഇമ്പാക്റ്റ് ഓഫ് ദി യൂസ് ഓഫ് ഫയർ ഓൺ ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ലൈഫിൽ തീയുടെ ഉപയോഗം ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ്, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഫയർ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ വന്നിട്ടുള്ളത്? ആദ്യമൊക്കെ അവർ ഭക്ഷണങ്ങൾ പച്ചയായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിമൽസ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ അവർ പച്ചയായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഫയർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അവർ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. പുഴയിൽ നിന്നൊക്കെ മത്സ്യത്തെ പിടിച്ച് ചുട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ കേങ്ങുകളും നാരുകളും ചുട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂടുതലും മനസ്സിലാക്കി. അങ്ങനെ അവർക്ക് ഈ ഒരു കുക്ക്ഡ് ഫുഡാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുറിപ്പിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. സോ നമുക്ക് എഴുതാം, ദ യൂസ് ഓഫ് ഫയർ ബ്രോട്ട് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ്. ആദിമ മനുഷ്യരിൽ ഈ ഒരു തീയുടെ ഉപയോഗം വലിയൊരു മാറ്റമാണ് അവരുടെ ഭക്ഷണ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അറ്റ് ഫസ്റ്റ് ഏർലി ഹ്യൂമൻസ് എയ്റ്റ് ഫുഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫോം. ആദ്യം മനുഷ്യർ ഭക്ഷണങ്ങൾ പച്ചയായിട്ടായിരുന്നു കഴിച്ചിട്ടുള്ളത്. വെൻ ദേ ലേൺഡ് ടു യൂസ് ഫയർ, അവർ തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ ദേ ഡിസ്കവേർഡ് ദാറ്റ് ഫുഡ് കുക്ക്ഡ് ഇൻ ഫയർ വാസ് ടേസ്റ്റി. ഈ ഒരു പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. ദേ ആൾസോ ഫൗണ്ട് ദാറ്റ് കുക്ക്ഡ് ഫുഡ് വാസ് ഈസിയർ ടു ഈറ്റ് ആൻഡ് ച്യൂ. പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കാനായിട്ട് ഈസിയും ചവയ്ക്കാനായിട്ട് ഏറ്റവും സുഖമെന്ന് അവർക്ക് മനസ്സിലായി. ആസ് ദേ ലേൺഡ് ടു കൺട്രോൾ ആൻഡ് യൂസ് ഫയർ, ദേ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ടു പ്രിപ്പയർ ദെയർ ഫുഡ്. അങ്ങനെ തീ അവർക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പഠിച്ചതോടെ അവർ അവരുടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനായിട്ട് തുടങ്ങി. ഏർലി ഹ്യൂമൻസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് റോസ്റ്റിംഗ് ഫിഷ് ആൻഡ് മീറ്റ് ഇൻ ഫയർ. അവർ ആദ്യം തീയിൽ മീനിനെ ചുട്ട് കഴിക്കാനും ഇറച്ചിയെ ചുട്ട് കഴിക്കാനാണ് തുടങ്ങിയിട്ടുള്ളത്. ദേ ഫൗണ്ട് റോസ്റ്റഡ് ഫിഷ് ആൻഡ് മീറ്റ് ടേസ്റ്റി, സോ ദേ ബിഗൈൻ ടു ഈറ്റ് ദം റെഗുലർലി. അവർക്ക് ഈ ചുട്ട ഫിഷും മീറ്റും കൂടുതൽ സ്വാദുള്ളതായിട്ട് തോന്നി. സോ അവരത് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കഴിക്കാനായിട്ട് ആരംഭിച്ചു. പിന്നീട് ദേ സ്റ്റാർട്ടഡ് റോസ്റ്റിംഗ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആൻഡ് ഈറ്റിംഗ് ദം. അവർ വേരുകളും കിഴങ്ങ് വർഗ്ഗങ്ങളും ചുട്ടു കഴിക്കാൻ തുടങ്ങി. ദേ സ്ലോലി ലേൺഡ് ഡിഫറെൻറ്റ് വേസ് ഓഫ് കുക്കിംഗ് ഫുഡ് യൂസിങ് ഫയർ. അവർ തീ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിൽ പാചകം ചെയ്യാനായിട്ട് പഠിച്ചു. ദേ ബിഗെയിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കുക്ക്ഡ് ഫുഡ്. അങ്ങനെ അവർക്ക് പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ഗ്രാജ്വലി, പതുക്കെ, കുക്കിംഗ് ബിക്കേം എ പാർട്ട് ഓഫ് ദർ ഡെയിലി ലൈഫ്. കുക്കിംഗ് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ദേ സ്റ്റാർട്ടഡ് കുക്കിംഗ് ദെയർ ഫുഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് എവറിത്തിങ് റോ. എല്ലാം പച്ചയായിട്ട് കഴിക്കുന്നതിന് പകരം അവർ അവരുടെ എല്ലാ ഭക്ഷണവും പാചകം ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. Thus, the use of fire brought a great change in the food habits of early humans. തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരിൽ വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഹെൽപ്ഡ് ദം ദി എൻജോയ് ടേസ്റ്റി ആൻഡ് കുക്ക്ഡ് ഫുഡ്. അങ്ങനെ അവർക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ആസ്വദിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും അവരെ സഹായിക്കുകയും ചെയ്തു. സോ ഇത്രയുമാണ് തീ അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം.
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. സോ നിങ്ങൾ ഫയറിൻ്റെത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2-ലെ A ക്വസ്റ്റ്യൻ. എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് ദി റൈറ്റ് ടു ഹാവ് ഹെൽത്തി ഫുഡ്. എല്ലാ മനുഷ്യരും ആരോഗ്യമുള്ള ഫുഡ് ലഭിക്കാൻ എന്താണ്, അവർക്ക് അവകാശമുണ്ട് അല്ലേ. ഒരു പോസ്റ്റർ, ഒരു പ്ലക്കാർഡാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഭക്ഷണം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, പങ്കിടുക. ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഭക്ഷണം പാഴാക്കരുത്. നിങ്ങൾക്ക് ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഭക്ഷണം പാഴാക്കരുത് എന്ന പോസ്റ്ററും കാണാം. A ചോദ്യം, വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേൾഡ് ഫുഡ് ഡേ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. വേൾഡ് ഫുഡ് ഡേ ഭക്ഷ്യദിനം എന്നാണെന്നാണ്. ഒക്ടോബർ 16 ആണ് കറക്റ്റ് ആൻസർ. ഇനി B ക്വസ്റ്റ്യൻ, റൈറ്റ് ദി മെയിൻ ഐഡിയാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ സ്പീച്ച് ഓൺ ദി ടോപ്പിക് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിംഗ് ഫുഡ് ഡേ. ഭക്ഷ്യദിനത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള സ്പീച്ചിൽ പറയാൻ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയാനാണ് ഐഡിയാസ്. ഓക്കെ, സോ നിങ്ങൾ സ്പീച്ചല്ല എഴുതേണ്ടത്, ഈ സ്പീച്ചിൽ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒരു 4 പോയിന്റ്സ് എഴുതിയാൽ മതി. നമുക്ക് സ്പീച്ചിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? ഭക്ഷണം പാഴാക്കരുത് എന്ന് പറയാം അല്ലേ. വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. പിന്നെ വി ഷുഡ് റെസ്പെക്ട് ഫാമേഴ്സ് ദെയർ ഹാർഡ് വർക്ക്. നമ്മൾ കൃഷിക്കാരെ ബഹുമാനിക്കുകയും അവരുടെ കഠിനാധ്വാനത്തെയും ബഹുമാനിക്കണം. അടുത്തത്, എവരി വൺ ഹാസ് ദി റൈറ്റ് ടു ഹെൽത്തി ഫുഡ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. വി ഷുഡ് ഈറ്റ് ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. വി ഷുഡ് സേവ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ എൻവിറോൺമെൻറ്റ്. നമ്മൾ ഭക്ഷണത്തെ സംരക്ഷിക്കുകയും നമ്മുടെ എൻവിറോൺമെൻറ്റിനെ നമ്മൾ സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. ഈ പോയിന്റ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സ്പീച്ചിൽ പറയണം അല്ലേ. സോ ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഈ ഐഡിയാസ് ഒക്കെ നമുക്ക് സ്പീച്ച് പറയുമ്പോൾ പറയാവുന്നതാണ്. അടുത്തത് 2B-ലെ ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് മെറ്റ് മീനു ഫ്രം ദ യൂണിറ്റ് പീലീസ് വില്ലേജ്, ഹാവിൻറ്റ് യു? പീലീസ് വില്ലേജ് എന്ന പാഠഭാഗത്ത് നിങ്ങൾ മീനുവിനെ പരിചയപ്പെട്ടില്ലേ? ജസ്റ്റ് ലൈക്ക് പീലീസ് ഫ്രണ്ട്സ്, ദർ ആർ പീപ്പിൾ അറൗണ്ട് us who come from ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്. നമുക്ക് പീലിയുടെ കൂട്ടുകാരെ പോലെ തന്നെ നമുക്കും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടാവും അല്ലേ. ഡു യു തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ദം ഇൻ അവർ ഹാപ്പി മൊമെന്റ്സ് ആൾസോ? നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ അവരെയും കൂടി ചേർക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻസ്. നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അവരെയും കൂട്ടിച്ചേർക്കണം അല്ലേ. നമ്മുടെ കൂട്ടുകാർ ഏത് സാഹചര്യങ്ങളിൽ നിന്നാവട്ടെ, ഏത് സ്ഥലങ്ങളിൽ നിന്നാവട്ടെ, പൈസയുടെ കാര്യത്തിലും റിച്ച് ആവട്ടെ പുവർ ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ എല്ലാ നിമിഷങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലൊക്കെ അവരെയും കൂടി നമ്മൾ പങ്കു ചേർക്കണം അല്ലേ. സോ നമുക്ക് ഒരു നോട്ട് എഴുതാം. യെസ്, ഐ തിങ്ക് വി ഷുഡ് ഷെയർ അവർ ഹാപ്പി മൊമെന്റ്സ് വിത്ത് ഓൾ അവർ ഫ്രണ്ട്സ് whatever their family or social background may be. നമ്മുടെ കൂട്ടുകാരുടെ ഫാമിലിയോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ കുടുംബമോ സാമൂഹിക ബാക്ക്ഗ്രൗണ്ടോ എന്തുമാവട്ടെ, സാഹചര്യമോ എന്തുമാവട്ടെ, നമ്മൾ നമ്മുടെ സന്തോഷ നിമിഷങ്ങളിലും അവരെയും ഒപ്പം ചേർക്കണം. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വെൽത്ത്, സ്റ്റാറ്റസ് ഓർ ഡിഫറൻസസ്. സത്യസന്ധമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് വെൽത്ത്, സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടോ സ്റ്റാറ്റസ് ഓർ ഡിഫറൻസസ് മറ്റു ഏതൊരു വ്യത്യാസങ്ങളും കൊണ്ട് ബന്ധപ്പെട്ടതല്ല. ഫ്രണ്ട്സ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ക്യാൻ ടീച്ച് us many new things and help us understand others better. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതോടൊപ്പം മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. When we include everyone in our happiness, they also feel loved and respected. നമ്മൾ നമ്മുടെ സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയാൽ അവർക്ക് സ്നേഹവും ബഹുമാനവും കിട്ടും. Sharing our happiness makes our friendship stronger. നമ്മുടെ സന്തോഷം നമ്മൾ പങ്കിട്ടാൽ അത് നമ്മുടെ സൗഹൃദം കൂടുതൽ സ്ട്രോങ് ആക്കും, ശക്തിയുള്ളതാക്കും. And makes our happy moments more meaningful. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ കൂടുതൽ അർത്ഥമുള്ളതാക്കുകയും ചെയ്യും. So we should always treat all our friends equally. So നമ്മൾ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും നമ്മൾ തുല്യമായിട്ട് പരിഗണിക്കണം. And share our happiness with them. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ സന്തോഷം പങ്കിടുകയും വേണം. Happiness becomes greater
വി ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. നമ്മുടെ സന്തോഷം വലുതാകുന്നത് അത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ്. സോ ഇത്രയുമാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇത്രയും നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി 1 മാർക്കിന്റെ ഒരു ബി ചോദ്യം കൂടിയുണ്ട് ഇവിടെ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ചേഞ്ചസ് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് പീലീസ് ഫ്രണ്ട്സ് ആഫ്റ്റർ ദി വിസിറ്റ് ടു ദി വില്ലേജ് വിത്ത് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ദെയർ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്. പീലിയുടെ കൂട്ടുകാർ ഗ്രാമത്തിൽ വന്ന് സന്ദർശിച്ചതിന് ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡിൽ, സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു അല്ലേ? അവർക്ക് ഗ്രാമത്തോട് കൂടുതൽ അടുപ്പം തോന്നി, അവരുടെ ഗ്രാമത്തിനോടുള്ള ചിന്തയൊക്കെ മാറി അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അല്ലേ? താഴെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഏത് പ്രസ്താവനയാണ് അവർക്ക് വന്നിട്ടുള്ള മാറ്റവുമായി ബന്ധപ്പെടാത്തത് എന്നാണ്. നോട്ട് സ്യൂട്ടബിൾ, അനുയോജ്യമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് പോസിബിൾ ടു ലീഡ് എ ഹാപ്പി ലൈഫ് ബോത്ത് ഇൻ വില്ലേജ് ആൻഡ് സിറ്റി എലൈക്ക്. സിറ്റിയിലും വില്ലേജിലും ഒരേപോലെ നമുക്ക് നല്ലൊരു ജീവിതം പോസിബിൾ ആണ്, നമുക്ക് കഴിയുന്നതാണ്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ബി, എവരിവൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ലാംഗ്വേജ് ഓർ റീജിയൻ. ഭാഷയോ റീജിയനോ സ്ഥലമോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരെയും തുല്യമായിട്ട് കാണണം. ഓക്കെ. ലൈഫ് വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് അലോൺ ഈസ് ഹാപ്പി. നല്ല ഫെസിലിറ്റീസ്, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. ഇത് ശരിയാണോ? ഇത് ശരിയല്ലേ? കാരണം അവർ വില്ലേജിൽ പോയി, അവരെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റിയൊന്നുമില്ല. അവിടെ സൗകര്യങ്ങൾ പരിമിതമാണ്. സിറ്റിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വൈഫൈ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ എന്താണ്, വളരെയധികം സന്തോഷത്തിലാണുള്ളത്. സോ ഇവിടെ സി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് അത്ര വലിയ സൗകര്യങ്ങൾ വേണമെന്നില്ല സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. സോ ഇവിടെ പറയുന്നത് നല്ല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൽ കഴിയാൻ പറ്റുള്ളൂ എന്നാണ്. അത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഒന്ന് വീക്ക്ലി മാർക്കറ്റ് ആണ്. ഇത് നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഒരു ചിത്രമാണ് അല്ലേ? അവിടെ നമ്മൾ ആഴ്ച ചന്തകൾ, വീക്ക്ലി മാർക്കറ്റ് കണ്ടിട്ടുള്ളതാണ്. പീലിയുടെ വില്ലേജിലുള്ള ആൾക്കാർ ആഴ്ചയിൽ ചന്തയിൽ വന്നിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് പിക്ചർ നോക്കിക്കേ, ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സ്ഥലത്തൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റ്. എങ്ങനെയാണ്? നമ്മൾ അവിടെ പോകുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദി പിക്ചേഴ്സ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. The 2 ഷോപ്പിംഗ് സെന്റേഴ്സ് ഗിവ് us ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഈ 2 ഷോപ്പിംഗ് സെന്റേഴ്സും ഈ ഒരു ഷോപ്പിംഗ് സെന്റേഴ്സും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത് അല്ലേ? പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് വീക്ക്ലി മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ്. വീക്ക്ലി മാർക്കറ്റും ആഴ്ച ചന്തയും സൂപ്പർ മാർക്കറ്റ്സും കമ്പയർ ചെയ്തിട്ട് നമ്മോട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിത് എഴുതാം. ഇത് എഴുതുമ്പോൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. സോ 4 മാർക്കിന് പറ്റിയിട്ടുള്ള നല്ലൊരു പാരഗ്രാഫിൽ ആദ്യം നിങ്ങൾ പിന്നെ വീക്ക്ലി മാർക്കറ്റിനെ കുറിച്ച് പറയണം. രണ്ടാമത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയണം. എന്നിട്ട് ഒരു കൺക്ലൂഷൻ പോലെ അടുത്തൊരു പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതുകയും വേണം, നിങ്ങളുടെ ഒരു അഭിപ്രായം. എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം. നമുക്ക് എഴുതി നോക്കാം. എ വീക്ക്ലി മാർക്കറ്റ് ഈസ് എ ട്രഡീഷണൽ മാർക്കറ്റ് ഹെൽഡ് വൺസ് എ വീക്ക് ഇൻ എ വില്ലേജ്. ആഴ്ചയിൽ ഒരിക്കൽ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പരമ്പരാഗത ചന്തയാണ് വീക്ക്ലി മാർക്കറ്റ്, ആഴ്ച ചന്ത എന്ന് പറയുന്നത്. ഇൻ എ വീക്ക്ലി മാർക്കറ്റ്, ആഴ്ച ചന്തയിൽ വില്ലേജേഴ്സ് ബ്രിങ് ദ തിങ്സ് ദേ മേക്ക്. ഗ്രാമവാസികൾ ഉണ്ടാക്കിയിട്ടുള്ള, ഗ്രാമത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് അവർ കൊണ്ടുവരിക. ആൻഡ് സെൽ ദം ടു അതേഴ്സ്, എന്നിട്ട് മറ്റുള്ളവർക്കായിട്ട് അത് വിൽക്കും. ദേ ക്യാൻ ആൾസോ ബൈ ദ തിങ്സ് ദേ നീഡ് ഫ്രം ദി മാർക്കറ്റ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചന്തയിൽ നിന്ന് അവർക്ക് വാങ്ങുകയും ചെയ്യാം. Thus, the weekly market helps villagers to sell their products and buy necessary things. ഈ ഒരു ആഴ്ച ചന്ത ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് അവർ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും സഹായിക്കുന്നു. അടുത്ത പാരഗ്രാഫായിട്ട് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. സൂപ്പർ മാർക്കറ്റ്സ് ആർ മോഡേൺ മാർക്കറ്റ്സ് where many different kinds of goods are available under one roof.
സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സാധനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരേ സമയം ഒരേ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആധുനിക വിപണിയാണ്. We can buy food items, clothes, household goods and many other things from the supermarket. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ, ഹൗസ് ഹോൾഡ് സാധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. Unlike a weekly market, supermarkets are usually open every day and offer many choices to customers. വീക്ക്ലി മാർക്കറ്റിനെ പോലെയല്ല സൂപ്പർ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, തുറന്നിട്ടിരിക്കും. എല്ലാ ദിവസവും അത് വർക്കിംഗ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, കസ്റ്റമേഴ്സിന്, വാങ്ങുന്ന ആൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് ചോയ്സസ് ഉണ്ട് അവർക്ക്. ഇത്തരം സാധനങ്ങൾ അവർക്ക് ലഭ്യമാണ്. ഇനി നെക്സ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ബോത്ത് വീക്ക്ലി മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ഹെൽപ്പ് പീപ്പിൾ ടു ബൈ ദി തിങ്സ് ദേ നീഡ്. സൂപ്പർ മാർക്കറ്റിലും വീക്ക്ലി മാർക്കറ്റിലും ആളുകൾക്ക് വേണ്ടി സാധനം വാങ്ങാൻ കഴിയുന്നുണ്ട്. However, weekly markets are closely connected with village life. വീക്ക്ലി മാർക്കറ്റ് ഗ്രാമത്തിലുള്ള ജീവിതവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ലോക്കൽ പ്രൊഡക്ട്സും സാധാരണ സാധനങ്ങളും അവിടെ അവർ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളാണല്ലോ വിൽക്കുന്നതും വാങ്ങുന്നതും. വൈൽ സൂപ്പർ മാർക്കറ്റ്സ് ആർ മോഡേൺ, പക്ഷേ സൂപ്പർ മാർക്കറ്റ്സ് എന്താണ്, കുറച്ച് മോഡേൺ ആണ്. പ്രൊവൈഡ് എ വൈഡർ വെറൈറ്റി ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ അവർക്ക് ലഭ്യമാണ്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ് അവിടെ ഉള്ളത്. Nowadays, ഇന്നത്തെ കാലത്ത് വി ക്യാൻ സീ സൂപ്പർ മാർക്കറ്റ്സ് മോർ ദാൻ വീക്ക്ലി മാർക്കറ്റ്സ്. നമുക്ക് വീക്ക്ലി മാർക്കറ്റ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് സൂപ്പർ മാർക്കറ്റ്സ് ആണ്. വീക്ക്ലി മാർക്കറ്റ്സ് ആർ ബിക്കമിങ് ലെസ് കോമൺ ആൻഡ് ആർ സ്ലോലി ഡിസപ്പിയറിംഗ് ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു വീക്ക്ലി മാർക്കറ്റ്സ് അന്യം നിന്ന് കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങനെ കാണാനില്ല എന്നാണ് പറയുന്നത്, കുറവാണ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഡസ് നോട്ട് ബിലോങ് ടു പീലീസ് ഫീച്ചേഴ്സ്? പീലിയുടെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏത് എന്നാണ്. വാസ്റ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, നല്ല കൃഷി സ്ഥലമുണ്ട് എന്നാണ്. ഡിഷസ് യൂസിങ് ഇൻഡിജീനിയസ് ഫുഡ് ഐറ്റംസ്, നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം എന്നാണ്. ബിസി സ്ട്രീറ്റ്സ്, തിരക്ക് പിടിച്ച ആണ്. സിമ്പിൾ ലൈഫ്, സിമ്പിൾ ആയിട്ടുള്ള ജീവിതം. ഏതാണ് പീലിയുടെ ഫീച്ചർ അല്ലാത്തത്? മൂന്നാമത്തെ പോയിന്റ് ആണ് അല്ലേ, ബിസി സ്ട്രീറ്റ്സ്, തിരക്ക് പിടിച്ച സ്ട്രീറ്റ്സ്, അങ്ങാടികൾ അവിടെ ഉണ്ടാവുമോ? ഇല്ല. സോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. 4ൽ എ ചോദ്യവുമുണ്ട് ബി ചോദ്യവുമുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒബ്സർവ് പിക്ചേഴ്സ്, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യം നിങ്ങൾക്ക് ചിത്രം നൽകിയിട്ടുള്ളത് ഏർലി ഹ്യൂമൻസിൻ്റെതാണ് അല്ലേ, പണ്ടുള്ള ആളുകളുടേതാണ്. പണ്ടുള്ള ആളുകൾ വസ്ത്രത്തിനായിട്ട് എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? മരത്തിൻ്റെ തൊലിയും ബാർക്ക് ഓഫ് ട്രീസും ഇലകളും ലീവ്സും എനിമൽ സ്കിന്നുമാണ്, മൃഗങ്ങളുടെ തൊലിയും ഒക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തോ വൈഡ് വെറൈറ്റി ഓഫ് ക്ലോത്ത്സ് ആണല്ലേ, വസ്ത്രങ്ങളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. സോ ഇവിടെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ഔട്ട് ദി ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് സ്റ്റൈൽ ഓവർ ദി ടൈംസ്, റൈറ്റ് ദി റീസൺസ്. കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാവുന്ന വസ്ത്രത്തിൽ വരുന്ന മാറ്റങ്ങളും അതിനുള്ള കാരണങ്ങളും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇൻ ഏർലി ടൈംസ്, പണ്ട് കാലത്ത് പീപ്പിൾ വോർ സിമ്പിൾ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്. പ്രകൃതിദത്ത കാര്യങ്ങളിൽ നിന്നാണ് പണ്ടുള്ള ആളുകൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. ദേ യൂസ്ഡ് ട്രീ ബാർക്ക്, ലീവ്സ് ആൻഡ് എനിമൽ സ്കിൻസ് ടു കവർ ആൻഡ് പ്രൊട്ടക്ട് ദെയർ ബോഡീസ്. അവരുടെ ശരീരം മറയ്ക്കാനും സംരക്ഷിക്കാനും അവർ മരത്തിൻ്റെ തൊലി, ഇലകൾ, മൃഗങ്ങളുടെ തൊലി ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. Their clothes were mainly used to protect themselves from heat, cold, rain. മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അവരുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനായിരുന്നു അവർ പ്രധാനമായിട്ടും വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അടുത്ത പാരഗ്രാഫായിട്ട് ഇന്നത്തെ കാര്യം പറയാണ്. ടുഡേ, ഇന്ന്, പീപ്പിൾ വിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിസൈൻസ്, സ്റ്റൈൽസ്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലും ഡിസൈനും നിറങ്ങളുമുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇന്നത്തെ ആളുകൾ ധരിക്കുന്നത്. ഹാവ് ഷർട്ട്സ്, ട്രൗസേഴ്സ്, സ്കേർട്സ്, ഡ്രസ്സസ് ആൻഡ് മെനി അതർ കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ്. നമുക്ക് ഷർട്ട്, ട്രൗസർ, സ്കേർട്ട് പോലുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്. പീപ്പിൾ ചൂസ് ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്, സീസൺസ്, ഒക്കേഷൻസ്, ഫാഷൻസ്. ആളുകൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ആവശ്യമനുസരിച്ചും സീസൺ അനുസരിച്ചും പരിപാടി അനുസരിച്ചും അവരുടെ ഫാഷൻ അനുസരിച്ചിട്ടും ഒക്കെയാണ്.
ദേ ഹാവ് ബീൻ മെനി ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് സ്റ്റൈൽ ഓവർ ദി ടൈം. ഈ ഒരു കാലയളവിൽ വളരെയധികം വലിയ വ്യത്യാസമാണ് വസ്ത്രധാരണയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾ ഹാവ് മൂവ്ഡ് ഫ്രം സിമ്പിൾ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് ടു കംഫർട്ടബിൾ ആൻഡ് അട്രാക്റ്റീവ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ്. ഈ നാച്ചുറൽ മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രത്തിൽ നിന്നും ആളുകൾ മാറിയത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള വസ്ത്രങ്ങളിലേക്കും ഈ വ്യത്യസ്തമായിട്ടുള്ള ഫാബ്രിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്ത്രത്തിലേക്കാണ്. ദി കളേഴ്സ്, ഡിസൈൻസ്, പാറ്റേൺസ്, സ്റ്റൈൽസ് ഓഫ് ദി ക്ലോത്ത്സ് ഹാവ് ആൾസോ ചേഞ്ച്ഡ്. ഒരു വസ്ത്രങ്ങളുടെ നിറങ്ങളും ഡിസൈനും പാറ്റേണും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. These changes happened because people learned to make new fabrics and developed new technologies. ഈ ഒരു മാറ്റത്തിലുള്ള കാരണം എന്ന് പറയുന്നത് ആളുകൾ പുതിയ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുകയും പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുകയും ചെയ്തതോടെയാണ്. Changes in lifestyle, occupations and fashion also influenced clothing style. പിന്നെ വസ്ത്രധാരണത്തെ ബാധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവരുടെ ജോലിയിൽ വന്ന മാറ്റം, ജീവിത രീതിയിൽ വന്ന മാറ്റം, ഫാഷനിൽ വന്നിട്ടുള്ള മാറ്റം. പീപ്പിൾ നൗ ഹാവ് മോർ ചോയ്സസ്. ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ ചോയ്സസ് ഉണ്ട്, അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ആണ് നൽകുന്നത്. ആൻഡ് പ്രിഫർ ക്ലോത്ത്സ് ദാറ്റ് ആർ കംഫർട്ടബിൾ, സ്യൂട്ടബിൾ ആൻഡ് അട്രാക്റ്റീവ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർക്ക് തിരഞ്ഞെടുക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ കാണാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹാൻഡ്ലൂം സെന്റേഴ്സ് ഇൻ കേരള? കേരളത്തിലെ ഹാൻഡ്ലൂം സെന്റർ, നെയ്ത്ത് സെന്റർ അല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. ബാലരാമപുരം, ഓപ്ഷൻ ബി കുത്തമ്പുള്ളി, ഓപ്ഷൻ സി അരന്മുള, ഓപ്ഷൻ ഡി കണ്ണൂർ. കേരളത്തിലെ സെന്റർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി അരന്മുളയാണ്. അരന്മുള കേരളത്തിലുള്ള ഒരു ഹാൻഡ്ലൂം സെന്റർ അല്ല. അടുത്തത് 4-ലെ ബി ചോദ്യമാണ്. പ്രോഗ്രസ് ഓഫ് ക്ലോത്തിങ് പ്രൊഡക്ഷൻ. വസ്ത്രനിർമ്മാണ പുരോഗതി. സ്പിന്നിങ് ജെന്നി, പവർ ലൂം, ആർട്ടിഫിഷ്യൽ ഡൈസ്, സിന്തറ്റിക് ഫൈബേഴ്സ്. സോ ഇവിടെ വസ്ത്രധാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദി ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദി യൂസ് ഓഫ് മെഷീൻസ്. യന്ത്രങ്ങളുടെ ഉപയോഗം വന്നതോടെ വസ്ത്രനിർമ്മാണത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ പറ്റി താഴെ പറഞ്ഞിട്ടുള്ള ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. ദർ വാസ് എൻ ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. ക്ലോത്തിങ് വസ്ത്രനിർമ്മാണത്തിൽ വർധനവ് വന്നു. അത് ശരിയാണ് അല്ലേ. ദ ബേർഡൻ ഓഫ് ഹ്യൂമൻ ലേബർ ഇൻക്രീസ്ഡ്. തൊഴിലാളികളുടെ ലേബർ എന്താണ്, വർക്ക് കൂടി. ആണോ? തെറ്റാണല്ലേ. യന്ത്രം വന്നതോടെ ആളുകളുടെ വർക്ക് കുറയല്ലേ ചെയ്തത്. ഓപ്ഷൻ ബി തെറ്റാണ്. ഇറ്റ് ബിക്കേം എ റീസൺ ഫോർ ക്ലോത്തിങ് ഡൈവേഴ്സിറ്റി. വസ്ത്രവൈവിധ്യത്തിന് കാരണമായി. അത് ശരിയാണല്ലേ. ഒരുപാട് വെറൈറ്റി ഓഫ് വസ്ത്രങ്ങൾ നമുക്ക് കിട്ടി. ഇറ്റ് ബിക്കേം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ്. നമുക്ക് ഒരുപാട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഇതും ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1, 3, 4 ആണ്. 1, 3, 4 ആർ കറക്റ്റ് എന്നാണ്. ഓക്കെ. ബി ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് എക്സ്പ്ലെയിനിങ് സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 56 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ഇവിടെ ഉത്തരം എഴുതാം. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻ മെയ്ഡ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. പെട്രോളിയം പോലുള്ള കെമിക്കൽസിൽ നിന്നാണ് ഈ ഒരു സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ്. ഇത് നാച്ചുറൽ പ്രകൃതിദത്ത നാരുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. നമുക്ക് എനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന പ്രകൃതിദത്ത നാരുകളിൽ നിന്ന് ഈ ഒരു സിന്തറ്റിക് ഫൈബേഴ്സ് വ്യത്യസ്തമാണ്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ ആർ സം കോമൺ എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സിന് ഉദാഹരണമാണ് പോളിസ്റ്ററും റയോണും കോട്ടണും ഒക്കെ. These fibers are used to make different types of clothes because they are durable, comfortable and generally less expensive than natural fibers. Synthetic fibers നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ഒരുപാട് നാൾ നിലനിൽക്കുന്നതാണ്, കംഫർട്ടബിൾ ആണ്, നാച്ചുറൽ ഫൈബേഴ്സിനെക്കാട്ടിലും വില കുറവുമാണ്. ഓക്കെ. They also do not wrinkle quickly.
എളുപ്പത്തിൽ ചുളുങ്ങുന്നതുമല്ല. ദ ഇൻട്രഡക്ഷൻ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ബ്രോട്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. ഈ ഒരു സിന്തറ്റിക് ഫൈബേഴ്സ് വന്നതോടെ വസ്ത്രനിർമ്മാണത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ദേ മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഇത് വലിയൊരു അളവിൽ തന്നെ നമുക്ക് വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിച്ചു. വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്ത നിറങ്ങളുള്ള ഡിസൈൻസ് ആൻഡ് ടെക്സ്റ്റേഴ്സും ഡിസൈൻസും ഉള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇത് സാധിച്ചു. സിന്തറ്റിക് ഫൈബേഴ്സ് ആൾസോ ഹെൽപ്ഡ് ടു മേക്ക് ക്ലോത്ത്സ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. കുറവുള്ളതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനും സാധിച്ചു. Thus, the development of synthetic fibers made clothing production easier, faster and more diverse. സിന്തറ്റിക് ഫൈബേഴ്സ് വന്നതോടെ വസ്ത്രനിർമ്മാണം കൂടുതൽ എളുപ്പവും വേഗതയും വൈവിധ്യമാർന്നതുമായി. They have become an important part of the textile industry and our daily life. ടെക്സ്റ്റൈൽ വ്യവസായത്തിലും നമ്മുടെ നിത്യജീവിതത്തിലും സിന്തറ്റിക് ഫൈബേഴ്സിന് വലിയൊരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായി മാറിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണെന്നൊക്കെ ഐഡിയ കിട്ടിയല്ലോ. ഇതേപോലെ നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിക്കാം. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ യങ് മാൻ ഗേവ് ജോബ് ടു മെനി ഫാമിലീസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റിലൂടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പല കുടുംബങ്ങൾക്കും ജോലി നൽകി. എ ഹോം മേക്കർ ഏൺസ് ₹50,000 പെർ മന്ത് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. സ്വയം തൊഴിലൂടെ ഒരു ഹോം മേക്കർ 50,000 രൂപ ഒരു മാസത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇവിടെ ഹെഡ്ലൈൻസ്, തലക്കെട്ടുകൾ വായിച്ചല്ലോ. ചോദ്യം ഇതാണ്: പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻസ് ടു ഇന്റർവ്യൂ ആൻ എന്റർപ്രണർ ഹു വാസ് അച്ചീവ്ഡ് സക്സസ് ഓൺ ലൈഫ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. സ്വയം തൊഴിലിലൂടെ സക്സസ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഒരു സംരംഭകനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള 4 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ചോദ്യങ്ങളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ജോലി ചെയ്യുന്ന ആൾ, അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി തലക്കെട്ടുകളിൽ നമ്മൾ കണ്ടു എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾക്ക് നമുക്ക് വരുമാനം കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എഴുതാം: വാട്ട് മെയ്ഡ് യു ചൂസ് സെൽഫ് എംപ്ലോയ്മെന്റ്? ഇങ്ങനെ സ്വയം തൊഴിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഓക്കെ. അടുത്തത് 2ാമത്തെ ചോദ്യം: വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് വെൻ യു സ്റ്റാർട്ടഡ് യുവർ ബിസിനസ്? നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്? ചോദ്യം 3: വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു പീപ്പിൾ ഹു വാണ്ട് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്? അവരുടേതായ സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ചോദ്യം 4: ഹൗ ഡസ് യുവർ വർക്ക് ഹെൽപ്പ് അതർ പീപ്പിൾ ഓർ ഫാമിലീസ്? നിങ്ങളുടെ ജോലി മറ്റുള്ള ആളുകളെയും കുടുംബങ്ങളെയും എങ്ങനെയാണ് സഹായിക്കുന്നത്? ബി ചോദ്യം: ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ് ആൻഡ് ബെനിഫിഷ്യറീസ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെയും പട്ടിക പൂർത്തിയാക്കാനാണ് താഴെ നിങ്ങൾക്ക് പട്ടിക നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിന്റെ ഹെഡിങ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം എന്നാണ്. സ്വയം തൊഴിൽ പദ്ധതികൾ എഴുതാനാണ്. 2ാമത്തെ കോളത്തിൽ ബെനിഫിഷ്യറീസ്, ഇത് ആർക്കാണ് ലഭിക്കുന്നത് എന്ന്. ആദ്യത്തേത് നവജീവൻ പ്രൊജക്റ്റ് എന്ന് നൽകിയിട്ടുണ്ട്. ഇത് ആർക്കാണ് കിട്ടുന്നത്? ബെനിഫിഷ്യറീസ് ആരാണെന്നാണ് നിങ്ങൾ അവിടെ ആദ്യത്തെ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ 48ാമത്തെ പേജിൽ 3ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു ടേബിൾ പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയി കൊടുക്കേണ്ടത്. നവജീവൻ പ്രൊജക്റ്റ് സീനിയർ സിറ്റിസൺസിനാണ്, മുതിർന്ന പൗരന്മാർക്കാണ്. കൈവല്യ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിയുള്ള ആളുകൾക്കാണ്. ശരണ്യ വുമൺ, സ്ത്രീകൾക്കാണ്. ഓക്കെ. അടുത്തത് ചോദ്യം 6: ഒബ്സർവ് ദ ടേബിൾ ഓഫ് ഡിഫറെന്റ് ജോബ്സ് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ് ഓൺ ദി ടോപ്പിക് ഡൈവേഴ്സിറ്റി ഓഫ് ജോബ്സ്. വ്യത്യസ്ത തൊഴിലുകൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ജോലികളുടെ പേരുകൾ താഴെ നൽകിയിട്ടുണ്ട്. അഗ്രികൾച്ചറൽ, ട്രേഡ്, ടീച്ചിങ്, കാറ്റിൽ റിയറിംഗ്, കന്നുകാലി വളർത്തൽ, ഫിഷിംഗ്, ലോ എൻഫോഴ്സ്മെന്റ്, നിയമപാലനം,
അപ്പിക്കൾച്ചർ, തേനീച്ച വളർത്തൽ, റബ്ബർ ടാപ്പിംഗ്. ചോദ്യം ഇതാണ്, അറേഞ്ച് ദി ജോബ് സ്യൂട്ടബിളി ഇൻ ദി ഗിവൺ ടേബിൾ. താഴെ നിങ്ങൾക്ക് ടേബിൾ നൽകിയിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ കാർഷിക തൊഴിലെന്നും നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ കാർഷിക തൊഴിൽ അല്ലാത്തതുമെന്നും. ഈ ടേബിളിലേക്ക് നിങ്ങൾ തരം തിരിച്ച് എഴുതുകയാണ് വേണ്ടത് മുകളിൽ തന്നിട്ടുള്ള ജോലികൾ. ആദ്യം അഗ്രികൾച്ചറൽ ഏതാണ്? അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് കാർഷിക തൊഴിലാണ് അല്ലേ? സോ അത് നിങ്ങൾ ആദ്യത്തേയിലേക്കാണ് എഴുതേണ്ടത്. പിന്നെ ഇതിൽ വരുന്നതാണ് കേറ്റിൽ റെയറിങ്, കന്നുകാലി വളർത്തല്, പിന്നെ ഫിഷിങ്, അപ്പിക്കൾച്ചർ തേനീച്ച കൃഷി, പിന്നെ റബ്ബർ ടാപ്പിംഗ്. ഇതൊക്കെയാണ് കാർഷിക തൊഴിലിൽ വരുന്നത് അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനിൽ. ഇനി നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനിൽ ട്രേഡ് കച്ചവടം, ടീച്ചിങ് അധ്യാപനം, ലോ എൻഫോഴ്സ്മെന്റ് നിയമപാലനം, ഇതൊക്കെ കാർഷിക തൊഴിലിൽ അല്ലാത്തതിൽ ആണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് വേർതിരിച്ച് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്, 1 മാർക്കിന്റെ ചോദ്യമാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻകം? വരുമാന സ്രോതസ്സുകൾ അല്ലാത്തത് ഏതാണ്? നമുക്ക് ഇവിടെ ഏത് ജോലി ചെയ്യുമ്പോഴാണ്, ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം ലഭിക്കാത്തത്? കൾട്ടിവേഷൻ, കൃഷി ചെയ്താൽ നമുക്ക് വരുമാനം ലഭിക്കില്ലേ? അത് വളണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തനം, നമ്മൾ സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യില്ലേ, അതിന് നമുക്ക് വരുമാനം കിട്ടുമോ? ഇല്ല, ഇതിന് വരുമാനം കിട്ടില്ല. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മറ്റു ഓപ്ഷൻസ് കൂടി നോക്കാം. അസറ്റ് ആസ്തി, ഓപ്ഷൻ ഡി ട്രേഡ് കച്ചവടം. ഇവിടെ ശരിയായിട്ടുള്ളത് വളണ്ടറി സർവീസ് എന്നാണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ വേറെയും ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ മലയാളം മീഡിയം ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്സിൻ്റെ മോഡൽ പേപ്പറും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ ക്ലാസ് 5 മാത്സ് കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 മുതൽ ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.